സിവിൽ പോലീസ് ഓഫീസർ എക്സാമുകളിൽ വന്നിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ കോഡും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് വേറെ ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത് എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഒന്നുമില്ല, അത് ഓപ്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. മാനസിക ശേഷിയില്ലായ്മയാണോ, ശൈശവമാണോ, ലഹരിയാണോ, നിയമത്തിൻ്റെ തെറ്റാണോ? ഓപ്ഷൻ ബി ശൈശവമാണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, താഴെ പറയുന്നതിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത്: ഷണ്ടനാക്കുക, അസ്ഥിയുടെ സ്ഥാനഭ്രംശം, അതുപോലെ തന്നെ സ്ഥിരമായ രൂപഭേദം, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. ഇതിലേതാണ് താഴെ പറയുന്നതിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആട്ടോ, അതായത് 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. അതെന്താണ്? മാരകമായ മുറിവിൻ്റെ ഉദാഹരണം അല്ല. ഓക്കെ, അടുത്തത്, താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെ? പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യത്തിലെ സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. IPC സെക്ഷൻ 370A, IPC സെക്ഷൻ 376D, IPC സെക്ഷൻ 354D. ഇതിൽ ഏതൊക്കെയാണ് 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആട്ടോ കറക്റ്റ് ആൻസർ. അതായത് 1ഉം 2ഉം IPC സെക്ഷൻ 370A 376D ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്. സെഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെയിടുന്നു. സെഡ് എന്ന് പറഞ്ഞ വ്യക്തി പണമുള്ള തൻ്റെ പേഴ്സ് താഴെയിടുന്നു. ഇത് എ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ആ പേഴ്സ് എടുക്കുന്നു. സെഡിന് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എ അത് എടുക്കുന്നത്. എന്നാൽ കൂടി പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നവയിൽ എ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണെന്നാണ് ചോദിച്ചത്. എ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ക്രിമിനൽ വിശ്വാസ ലംഘനം, അതുപോലെ തന്നെ സ്വത്തിൻ്റെ സത്യസന്ധതയല്ലാത്ത ദുരുപയോഗം, അതുപോലെ തന്നെ മോഷണം കവർച്ച. ഏതായാലും മോഷണം കവർച്ചയൊന്നുമല്ല, ഓപ്ഷൻ ബി ആണ്. സ്വത്തിൻ്റെ സത്യസന്ധത അല്ലാത്ത രീതിയിലുള്ള ദുരുപയോഗമാണ് നമുക്ക് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? സെഡ് തൻ്റെ പേഴ്സ് താഴെ ഇടുന്നു, അത് എ കാണുന്നു, അത് എ എടുക്കുന്നു, പിന്നീട് അത് എ ദുരുപയോഗം ചെയ്യുന്നു. അപ്പോൾ അത് ഏത് രീതിയിലുള്ള കുറ്റകരമായിട്ടാണ് പറയപ്പെടുന്നത് എന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോൺ കൊഗൈൻസബിൾ ആയിട്ടുള്ള കുറ്റകൃത്യത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ബാധകം? ഓപ്ഷൻ എ, മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്തമില്ലാതെ കുറ്റം അന്വേഷിക്കാം, എന്നാൽ വാറണ്ട് ഇല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പാടുന്നതല്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മജിസ്ട്രേഷൻ്റെ ഉത്തരവാദിത്തമില്ലാതെ കുറ്റം അന്വേഷിക്കുകയും വാറണ്ട് ഇല്ലാതെ പ്രതി അറസ്റ്റ് ചെയ്യുകയും ആവാം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്തമില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ട് ഇല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുന്നതല്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്തമില്ലാതെ കുറ്റം അന്വേഷിക്കാൻ പാടുന്നതല്ല, എന്നാൽ വാറണ്ട് ഇല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാം. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവാദിത്തമില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ട് ഇല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഈ കൂട്ടത്തിൽ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 1973 ക്രിമിനൽ നടപടി പ്രകാരം സെക്ഷൻ 164 സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോഴൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് ഏതൊക്കെ സമയങ്ങളിലാണ്? അതായത് അന്വേഷണ വേളയിൽ മാത്രം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അന്വേഷണത്തിനിടയിലോ അതിന് ശേഷമോ, എന്നാൽ എൻക്വയറി വിചാരണയോ ആരംഭിക്കുന്നതിന് മുമ്പ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് അന്വേഷണത്തിന് ഇടയിലും എൻക്വയറിക്ക് ഇടയിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വിചാരണ ആരംഭിച്ചതിന് ശേഷം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ ബി ആട്ടോ, അതായത് അന്വേഷണത്തിനിടയിലോ അന്വേഷണത്തിന് ശേഷമോ, എന്നാൽ എൻക്വയറി വിചാരണ ആരംഭിക്കുന്നതിന് മുൻപായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള
കാര്യമാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതിനാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. ഓരോ ഫാക്റ്റുകൾ പറയണം. ഒന്നാമത് പറഞ്ഞത് അതാണ്. രണ്ടെന്ന് പറയുന്നത് FIR ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന സാഹചര്യമാണ്. മൂന്നാമത് പറയുന്നത് എന്താ? FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായ കാലതാമസം FIRൽ തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. മേൽ പറഞ്ഞവയിൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞവയിൽ ശരിയായ ഏതൊക്കെ 1 ശരിയാണോ, 2 ശരിയാണോ, 1, 2, 3 ശരിയാണോ, അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് 1ഉം 2ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്, ക്ഷമിക്കണം, 1ഉം 3ഉം ശരിയാണ്, 2 തെറ്റാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ വന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻ ഏതാ എന്നുള്ളതും കൂടി ഒന്ന് കറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1972 ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതമെന്നാണ് ചോദിച്ചത്. വിവരങ്ങൾ നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. കുറ്റാരോപിതനായ വ്യക്തിക്ക് പുറമെ ഏതൊരാൾക്കും വിവരങ്ങൾ നൽകാം. നൽകിയ വിവരങ്ങൾ തുടർന്നുള്ള സംഭവങ്ങളാൽ സ്ഥിരീകരിക്കാനാവില്ല. അതുപോലെ തന്നെ വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണമെന്നായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, കുറ്റം ചുമത്തിയിരിക്കണം. ഇതിലേതൊക്കെയാണ് ആൻസർ? ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓക്കെ, കറക്റ്റ് വരുന്നത് 1ഉം 4ഉം കേട്ടോ. അതായത് 1ഉം 4ഉം ആണ്. 1ഉം 4ഉള്ള ഓപ്ഷൻ ഏതാ? 1ഉം 4ഉം. ഓക്കെ, ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ വിദഗ്ധമായ അറിവുകൾ എതിർകക്ഷിയെ ഭയപ്പെടുത്തുക. സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷാതാപരഹിതവും വൈദഗ്ധ്യമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. അതുപോലെ തന്നെ സാങ്കേതിക കാര്യങ്ങളിൽ ജഡ്ജിയെ ആശയക്കുഴപ്പത്തിലാക്കുക. അതുപോലെ തന്നെ അനാവശ്യമായ സാങ്കേതിക കാരണങ്ങളാൽ നിയമ നടപടികൾ വൈകിപ്പിക്കുക. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് ആൻസർ? കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്ന പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 27 പ്രതിപാദിക്കുന്ന വിഷയം ഏത്? പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങൾ, അതുപോലെ തന്നെ പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ച്, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വിശദീകരണ ബാധ്യത. ഇതിലേതാ? പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റമാണ് 2011 പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ സി ആട്ടോ, പെരുമാറ്റത്തെക്കുറിച്ചാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. പെടാത്തത് ഏതാ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസൃത സേവനം ലഭിക്കുന്നതിന്, അതുപോലെ തന്നെ പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുന്നത്, ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷനിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ കാണുകയും കാര്യങ്ങൾ ബോധിപ്പിക്കാനുമുള്ള അവകാശം, അതുപോലെ തന്നെ പരാതി നൽകിയതിനെ സംബന്ധിച്ച് കൈപ്പറ്റ് രസീത് ലഭിക്കാനുള്ള അവകാശം. ഇതിൽ പെടാത്തത് ഏതാ? നമുക്ക് ആലോചിച്ച് എന്താ പറയുക? ഓപ്ഷൻ സി ആയിരിക്കും അല്ലേ? ഓപ്ഷൻ സി ആയിരിക്കും. കാരണം എന്താ? അവിടെ ന്യായമായ കാര്യങ്ങൾക്ക് ഓപ്ഷൻ ബി ആട്ടോ. ഓപ്ഷൻ ബി പൊതുജനങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുൻഗണന. അപ്പോൾ അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ഒന്ന് മാറി പറഞ്ഞതാണ്. വായിച്ചാൽ തന്നെ മനസ്സിലാവും സ്റ്റേഷനിൽ മുൻഗണന നൽകുക എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ആട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 2011 കേരള പോലീസ് ആക്ട് കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടുള്ള വിഭാഗം ഏതൊക്കെയാണ് എന്നാണ്.
എന്താണ് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളായവർ. അതുപോലെ തന്നെ അഴിമതി, സാൻമാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാര്യങ്ങളാൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് നീക്കം ചെയ്ത ആൾക്കാർ. പിന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ. ഇതിലേതാ ഓപ്ഷൻ? ഇതിലേതാ കറക്റ്റ് ആൻസർ? ഇതിൽ ഓപ്ഷൻ സി ആട്ടോ കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1985 നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏതു വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾ വധശിക്ഷ നൽകുന്നത്? ഏത് സെക്ഷൻ പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾ വധശിക്ഷ നൽകുന്നത്? ഏതാ? സെക്ഷൻ 31A ആട്ടോ. ഏതാണ്? സെക്ഷൻ 31A ആണ്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 1985 വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ ഏതാണ്? കൊഗൈൻസബിളും ജാമ്യം ലഭിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ നോൺ കൊഗൈൻസബിൾ ജാമ്യം ലഭിക്കാത്തതുമാണ്. കൊഗൈൻസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല എന്നാണ്. ഏതാണ്? ഓപ്ഷൻ സി ആട്ടോ. അതായത് കൊഗൈൻസബിളും ആണ് ജാമ്യം ലഭിക്കാത്തതുമാണ് എന്നുള്ളതാണ് 1985 നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ കുറ്റങ്ങൾ. എല്ലാ കുറ്റങ്ങളും എന്താണ്? കൊഗൈൻസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ് എന്നുള്ളതാണ്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? തടവില്ലാതെ നാമമാത്രമായ പിഴയടയ്ക്കൽ, പിഴയോട് കൂടി 5 വർഷം തടവ്, കുറ്റവാളിയെ താക്കീത് ചെയ്യുക, 6 മാസത്തേക്ക് കമ്മ്യൂണിറ്റി സേവനം. ഓപ്ഷൻ എ ആട്ടോ. അതായത് പിഴയോടുകൂടി 5 വർഷം തടവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ചിട്ട് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഒന്നിലധികം തവണ കുട്ടികളുടെ നേരെയുള്ള ലൈംഗികാതിക്രമണം. അതുപോലെ തന്നെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗികാതിക്രമണം. അതുപോലെ തന്നെ കുട്ടിയുടെ നേരെ സംഘം ചേർന്ന് കടന്നുകയറ്റത്തിലുള്ള ലൈംഗികാതിക്രമം. അതുപോലെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലുള്ള ലൈംഗികാതിക്രമമാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരീക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ, അതായത് പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്? സർക്കാർ ഏജൻസികൾ മാത്രം, ഡാറ്റ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ മാത്രം, സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്ന ഏതൊരു കമ്പനിയും, ലാഭ ഇച്ഛയില്ലാത്ത സ്ഥാപനങ്ങളെല്ലാം. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ വരുന്നത്? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി ആട്ടോ. സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതായ ഏതൊരു കമ്പനിയും. ഓക്കെ IT ആക്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റകൃത്യം താഴെ പറയുന്നില്ല ഏത്? ഒരു പ്രത്യേക സമൂഹത്തെ നിന്ദാകരമായി കാണപ്പെടുന്ന വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം, സർക്കാരിനെയോ അതിൻ്റെ നയങ്ങളെയോ വിമർശിക്കുന്ന വിഷയം, ലൈംഗികത പ്രകടമാക്കുന്ന വ്യക്തിയോ പെരുമാറ്റമോ ഉൾക്കൊള്ളുന്ന വിഷയം. ഏതാണ്? ഓപ്ഷൻ ബി ആട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്? ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്? ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ, കോടതി പ്രസിദ്ധീകരണം നിരോധിച്ചതായ വിവരങ്ങൾ, ഒരു വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ മന്ത്രിസഭാ ചർച്ച രേഖകൾ. ഏതൊക്കെയാണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങളാണ് എന്ത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കേട്ടോ. വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ
അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയായാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. എത്ര ദിവസമാണ്? അത് 5 ദിവസമാണ് കേട്ടോ. ഓപ്ഷൻ എ 15 ഉണ്ട്, ഓപ്ഷൻ ബി 10 ഉണ്ട്, ഓപ്ഷൻ സി 7 ഉണ്ട്. നമുക്ക് വേണ്ടത് 5 ആണ്. ഓപ്ഷൻ ഡി 5 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.